ഒരു മണിക്കൂറോളം തൃശൂർ നഗരത്തിൽ പോലീസിനെ വട്ടം കറക്കിയ CPM ക്രിമിനലായ അർജുൻ ആയങ്കിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വെടിവെച്ചാണെങ്കിലും പിടികൂടാനാണ് നിർദ്ദേശം. അർജുൻ ആയങ്കി പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ രക്ഷപ്പെടുന്ന ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. കേസ് നടത്താൻ ക്രൗഡ് ഫണ്ടിങ്ങിന് QR കോഡ് പോസ്റ്റ് ചെയ്തും പോലീസ് സംവിധാനത്തെ പരിഹസിക്കുകയാണ് അർജുൻ ആയങ്കി എന്ന CPM ക്രിമിനൽ. ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ പോലീസിന് അറിയാമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഉണ്ടായത്. എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള ഒരു കാര്യമുള്ളൂ. ഇത്തരം ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും പിടിക്കാൻ ഇവിടെ പോലീസുണ്ട്. അത് വേണ്ടത് ചെയ്തു. വാർത്തയുടെ വിവരങ്ങളുമായി സാനു കെ സജീവാണ് ചേരുന്നത്. സാനു, കേരള പോലീസിന് എന്തൊരു അപമാനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. ആഭ്യന്തരമന്ത്രിയെ അടക്കം പരസ്യമായി വെല്ലുവിളിച്ച കൊടും ക്രിമിനൽ തൃശൂരിൽ എല്ലാ പോലീസ് സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് കടന്നു പോകുന്ന വളരെ നാണം കെട്ട ഒരു കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? അർജുൻ ആയങ്കിക്കായുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുകയാണ് തൃശൂർ കേന്ദ്രീകരിച്ച്? നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ അത്യന്തം പോലീസിനെ നാണം കെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഈ അർജുൻ ആയങ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അർജുൻ ആയങ്കി തൃശ്ശൂരിലെത്തി 1.5 മണിക്കൂറോളം ഈ തൃശ്ശൂർ നഗരത്തിലൂടെ കറങ്ങി നടന്ന് പോലീസിനെ വട്ടം ചുറ്റിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓരോ ഭാഗത്തെത്തുമ്പോൾ തന്റെ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുന്നു, അതിനുശേഷം ചില പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിൽ കുറിക്കുന്നു, അതിനുശേഷം ഫോൺ ഓഫാക്കുന്നു. ഇതായിരുന്നു കഴിഞ്ഞ 1.5 മണിക്കൂറോളം തൃശ്ശൂർ നഗരത്തിൽ അർജുൻ ആയങ്കിയും സംഘവും ചെയ്തു കൂട്ടിയ ചെയ്തികൾ. എന്തായാലും ഈ അർജുൻ ആയങ്കിക്ക് പുറകെയായിരുന്നു പോലീസ് എന്ന് വേണമെങ്കിൽ പറയാം. അർജുൻ ആയങ്കിനെ തപ്പി പോലീസ് ഇറങ്ങിയതല്ല. പോലീസ് അർജുൻ ആയങ്കി പറയുന്നിടത്തേക്ക് ഓടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒടുവിൽ എവിടേക്ക് പോയി എന്നറിയാതെ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഇരുട്ടിത്തപ്പുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അതിനൊടുവിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും അർജുൻ ആയങ്കിയുടെ സഹോദരൻ അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അഖിലിന്റെ കൈവശത്ത് നിന്നും അർജുൻ ആയങ്കിയുടെ ഫോണും ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അഖിലിനൊപ്പം ഒരു പെൺസുഹൃത്തും ഉണ്ടായിരുന്നു. ഈ പെൺസുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് ക്ലബ്ബിൽ വെച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്ത് വരികയാണ്. പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ അർജുൻ ആയങ്കി ഒരു വാഹനം ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു ഡസ്റ്റർ കാറിൽ, വെള്ള കളറിലെ കാറിൽ അർജുൻ ആയങ്കി തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുന്നു. ഈ പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് ശേഷം പോലീസിനെ വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അർജുൻ ആയങ്കി വാഹനം മാറുന്നത്. വൈറ്റ് കളറിലുള്ള ഡസ്റ്ററിലേക്ക് കറുത്ത കാറിൽ നിന്ന് മാറി യാത്ര ചെയ്യുന്നു. അതിനുശേഷം തൃശ്ശൂർ നഗരത്തിലെത്തി വടക്കുന്നാഥനിലെ നായ്ക്കനാലിന് സമീപം വെച്ച് അർജുൻ ആയങ്കിയുടെ ഫോണിൽ സിഗ്നൽ വരുന്നു. ഫോൺ ഓൺ ആകുന്നു. അതിനുശേഷം പോലീസ് ഈ നഗരം മൊത്തം വളഞ്ഞുകൊണ്ട് വലിയൊരു പരിശോധന അരിച്ചു പെറുക്കുന്ന നിലയിലേക്ക്, വാഹനങ്ങളെല്ലാം തടഞ്ഞു നിർത്തി പരിശോധിക്കുന്ന നിലയിലേക്ക് നമ്മുടെ പോലീസ് മാറുന്നു. അതിനുശേഷം ഞൊടിയിടയിൽ അർജുൻ ആയങ്കി പൂങ്കുന്നം വഴി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോടുകൂടി അർജുൻ ആയങ്കി കടന്നുപോയി എന്നുള്ളൊരു വിവരവും പോലീസിൽ നിന്ന് അനൌദ്യോഗികമായിട്ട് ലഭിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അവസാനമായിട്ട് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടിരിക്കുന്നത് അർജുൻ ആയങ്കിനെ കിട്ടിക്കഴിഞ്ഞാൽ വെടിവെക്കാൻ, അതായത് ഈ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വെടിവെച്ച് കീഴ്പ്പെടുത്താൻ പോലും പോലീസ് ഇപ്പോൾ ഓർഡർ ഇട്ടിരിക്കുകയാണ്. ഏതായാലും കേരള പോലീസിന്, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിക്കൊക്കെ വലിയ അഭിമാന വിഷയമായി മാറിയിരിക്കുകയാണ് അർജുൻ ആയങ്കിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റും അതുപോലെയുള്ള ഈ വിരട്ടലുമൊക്കെ. വെടിവെച്ചാണെങ്കിലും അർജുൻ ആയങ്കിയെ പിടികൂടണമെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം.